ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ശ്രീജോസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഐറ്റം ആയിട്ടാണ് കേട്ടോ. കൂട്ടുകാർ ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? അപ്പോൾ ഇത് നമ്മുടെ പുളിഞ്ചിക്ക, അതായത് ഇരുമ്പം പുളി വെച്ചിട്ടുണ്ടാക്കിയ ഒരു അടാർ ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. കാരണം അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. അപ്പോൾ അതൊന്നും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോരുതേ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഇന്ന് ഞാനിവിടെ കുറച്ച് ഇരുമ്പുളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് ഒരു നല്ലൊരു ഐറ്റം ഞാൻ തയ്യാറാക്കാൻ പോവുകയാണ്. നല്ലൊരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇത് ഏകദേശം വലുതും ചെറുതുമായിട്ട് ഇതാ കണ്ടോ, വലിയതും ഉണ്ട് അതേപോലെ തന്നെ ചെറുതും ഉണ്ട് കേട്ടോ. വലുതും ചെറുതുമായിട്ട് ഒരു 60-70 എണ്ണം ഉണ്ടാവുകയെ. അത് ഏകദേശം എനിക്ക് തോന്നുന്നു 1 കിലോ ഒക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ വീട്ടിലായതുകൊണ്ട് നമുക്ക് അത്ര കറക്റ്റായിട്ടൊന്നും തൂക്കം അറിയാൻ പറ്റില്ല. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ അടുത്തുള്ള ആൾ തന്നാണേ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇങ്ങനെ ഒരു വിഭവം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിനെ നമ്മളിതാ നന്നായി കഴുകിയൊക്കെ എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ അതിനെ ഞാനിതാ ഇതേപോലെ ഒരു 4 പീസാക്കുന്നുണ്ട് കേട്ടോ. നടുക്കൂടെ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ കേട്ടോ, ഇതേപോലെ 4 പീസാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയെല്ലാം ഇതേപോലെ നമുക്ക് ഓരോരുത്തർക്കും എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള പുളി എടുത്താൽ മതി. ഇത് ഇരുമ്പം പുളി എന്ന് പറയും, പുളിഞ്ചിക്ക എന്ന് പറയും, ശീമപ്പുളി എന്ന് പറയും, അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നതാണ് കേട്ടോ. പക്ഷേ ഇതൊട്ടും നമ്മൾ ആരും ഉള്ളവർ വേസ്റ്റ് ചെയ്ത് കളയരുതേ. നമുക്കൊന്നും ഇല്ല, നമുക്കൊക്കെ ആരെങ്കിലും തന്നാലേ ഉള്ളൂ. അങ്ങനെ കിട്ടിയതാണ് ഇപ്പോൾ ഈ ഒരു വിഭവം തയ്യാറാക്കാൻ എടുത്തത് കേട്ടോ. ഇതുപോലെ നമുക്ക് ഈ പുളിയെല്ലാം ഒന്ന് മുറിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ ഈ പുളിഞ്ചിക്ക് എല്ലാം ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം 4 പീസാക്കി എടുത്തിട്ടുണ്ട്. കാരണം എല്ലാം വലുതായിരുന്നു, അതുകൊണ്ട് തന്നെ എല്ലാം 4 പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരിഞ്ഞ എല്ലാ പുളിഞ്ചിക്കയും കൂടി ചേർത്തിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ആ കുക്കറിൻ്റെ വേവ് അനുസരിച്ചിട്ട് ഇത് ഒന്ന് നന്നായിട്ട് വേവണം. അതിന് 1-2 വിസിലടിച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇതെല്ലാം കുക്കറിൽ ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ അതിലേക്ക് ഞാനൊരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. സാധാ വെള്ളമാണേ. കാരണം ഇതിൽ പുളിഞ്ചിക്കയിൽ വെള്ളം ഉണ്ടാവും, അതുകൊണ്ട് തന്നെ ഒരുപാട് ഒഴിക്കേണ്ട. നമുക്കൊരു കപ്പ് മാത്രം ഒഴിച്ചാൽ മതി. അത് ഇത്രയും ഉള്ളതുകൊണ്ടാണ് ഒരു കപ്പ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന പുളിഞ്ചിക്കയുടെ അളവനുസരിച്ച് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. കുറച്ചൊക്കെ ആണെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതൊരു 1-2 വിസിൽ, അതായത് നന്നായിട്ട് വേവുന്നത് വരെ, അത് ഓരോരുത്തരുടെ കുക്കറിൻ്റെ അനുസരിച്ചിരിക്കും. 1-2 വിസിലടിച്ചിട്ട് നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ കുക്കറിൽ നമ്മുടെ പുളിഞ്ചിക്ക വേവുന്ന സമയം കൊണ്ടേ നമുക്ക് 1-2 ചെറിയ കാര്യങ്ങൾ ചെയ്തു വെക്കാറുണ്ട്. അത് തന്നെ ആദ്യം ഒരു നല്ല ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നമുക്കിത് ചൂടായപ്പം 1 ടേബിൾ സ്പൂൺ കടുക്, അത് ഇത്രയും പുളിഞ്ചിക്ക ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ പുളിഞ്ചിക്ക എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് വേണം നമ്മളിത് കടുകും ഉലുവയും ഇത് രണ്ടും ഓരോ ടേബിൾ സ്പൂൺ വീതം നമുക്കൊന്ന് നന്നായിട്ട് കരിയാതെ വറുത്തെടുക്കണേ. ഒട്ടും കരിഞ്ഞു പോകരുത്, എന്നാൽ നന്നായിട്ട് ചൂടാവുകയും വേണം. തീ അതിനനുസരിച്ച് ക്രമീകരിച്ച് വേണം ഇതൊന്ന് വറുത്തെടുക്കാൻ. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കണം. ഇതെല്ലാം പൊട്ടാൻ തുടങ്ങി, കണ്ടല്ലോ, എല്ലാം പൊട്ടി ഇത് പാകമായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് വാങ്ങാം നമുക്ക്. അപ്പോൾ കടുക് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ നമുക്ക് ഈ ഉലുവയും കൂടെ വെക്കണം. കാരണം ഞാൻ ഇത്രയും എടുത്തതുകൊണ്ടാണ് കേട്ടോ നമുക്ക് 1 ടേബിൾ സ്പൂൺ വേണ്ടി വരുന്നത്. അതും ഇതേപോലെ തന്നെ നമ്മൾ കരിഞ്ഞു പോവാതെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഉലുവയും ഇതേപോലെ നല്ല കളറൊക്കെ മാറി പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ അടുത്ത് ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ 1 ടേബിൾ സ്പൂൺ എന്നാണ് പറഞ്ഞത്, പക്ഷേ 1 ടേബിൾ സ്പൂൺ അല്ല, 1 ടീസ്പൂണാണ് എടുക്കേണ്ടത്. കടുക് 1 ടീസ്പൂണ്, ഉലുവ 1 ടീസ്പൂൺ കേട്ടോ. കൂട്ടുകാർ മാറിപ്പോവരുതേ. അപ്പം നമ്മൾ എടുക്കുന്ന അളവിനനുസരിച്ച് മാറ്റം വരുത്തുക. കുറച്ചാണ് എടുക്കുന്നതെങ്കിൽ 1/2 ടീസ്പൂണൊക്കെ മതിയാവും. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇത്രയും ആയതുകൊണ്ടാണ് ഞാനൊരു ടീസ്പൂൺ എടുത്തത് കേട്ടോ.
ഈ ഉലുവയും കടുകും ഒക്കെ ഒന്ന് ചൂടാറട്ടെ. ചൂടാറിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു ശർക്കരയാണ് കേട്ടോ. ഇതൊരു വലിയ ശർക്കരയുണ്ട്. ഏകദേശം ഒരു 1/2 കിലോ 600 ഗ്രാമിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവുകയെ. ഇത്രയും ശർക്കര വേണം. കാരണം ഞാൻ പറഞ്ഞില്ലേ പുളിഞ്ചിക്ക കൂടുതൽ എടുത്തതുകൊണ്ടാണ്. അപ്പോൾ എനിക്കിവിടെ ആണി ശർക്കര കിട്ടാനില്ല, ഇങ്ങനത്തെ ശർക്കരയാണ്. അപ്പോൾ ഇതൊന്ന് ആദ്യം ഒന്ന് കുത്തി പൊടിച്ചതിന് ശേഷം നമുക്കിത് ഒരല്പം മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കണം. അതായത് നന്നായിട്ട് മെൽറ്റ് ചെയ്തതിന് ശേഷം ഇതിൽ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് പോക്കാൻ വേണ്ടി നമുക്കൊന്ന് അരിച്ചെടുക്കണേ. ഈ ശർക്കര ഞാനൊന്ന് പൊടിച്ചിട്ട് ഇതാ ഈ പരുവാക്കിയിട്ടുണ്ട്. ഇനി ഇതൊരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം നമ്മൾ പുളിയിലും വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണേ. ഇനി ഇതൊന്ന് നമുക്ക് മെൽറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ ശർക്കരയൊക്കെ ഉരുകി വരുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് എല്ലാം ഒന്ന് മെൽറ്റ് ആവട്ടെ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ എന്തെങ്കിലും ചളികളൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പോയി കിട്ടും നമുക്ക് അരിച്ചെടുക്കുമ്പോൾ. ഇപ്പോൾ സമയം കൊണ്ട് നമുക്കിതൊന്ന് ആകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ കുക്കറൊന്ന് തുറന്ന് നോക്കേ. കുക്കറൊന്ന് തുറന്ന് നോക്കാം. കണ്ടല്ലോ, നന്നായിട്ടിതാ വെന്ത് പാകമായിട്ടുണ്ട് കേട്ടോ. ഞാനൊരു ഒറ്റ വിസിലേ കേൾപ്പിച്ചിട്ടുള്ളേ. കാരണം അപ്പോഴേക്കും എൻ്റെ കുക്കർ വേഗം വേകുന്ന കുക്കറായതുകൊണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇത്ര മതിയേ. ഇനി നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുക്കി ഞാൻ അരിച്ചതാ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ പുളിഞ്ചിക്കല്ലേ, ഇരുമ്പുളി, അതും കൂടി എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കിയിട്ട് ഇനി നമുക്ക് ഇതെല്ലാം ഈ ശർക്കരയും ഈ പുളിഞ്ചിക്കയും കൂടി നന്നായിട്ട് യോജിപ്പിക്കണം. യോജിപ്പിച്ചാൽ മാത്രം പോരാ, നമുക്ക് ഇതൊന്ന് നന്നായിട്ട് വഴറ്റി എല്ലാം വറ്റിച്ചെടുക്കണേ. അപ്പോൾ ഇത് നമുക്ക് എനിക്ക് തോന്നുന്നു ഇത് പുളിഞ്ചിക്കയിൽ കുറേ കൂടെ ഉദ്ദേശിച്ചതിനേക്കാളും വെള്ളമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി ഇത്രയും എടുക്കുമ്പോൾ. പിന്നെ കുറച്ചൊക്കെ ആണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല. നമുക്കിതെന്തായാലും നന്നായിട്ട് വഴറ്റണം. വഴന്നത് വറ്റി വരണം. അപ്പോഴാണ് ഇതിന് ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതൊന്ന് ആവട്ടെ. ഇപ്പോൾ ഇതാ നമ്മുടെ ഈ കൂട്ട്, അതായത് ശർക്കരയും പുളിഞ്ചിക്കയും കൂടെ നന്നായിട്ട് തിളച്ച് വന്നേ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടിരുന്നതല്ലേ, ആ പൊടിച്ചത് ഇട്ട് കൊടുക്കുക. അതായത് 1 സ്പൂൺ കടുകും 1 സ്പൂൺ ഉലുവയും, അത് വറുത്ത് പൊടിച്ചതാണേ. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് ഈ 1/2 സ്പൂൺ ഉപ്പ്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കാശ്മീരി ചില്ലിയാണ് കേട്ടോ ചേർക്കുന്നത്. അതൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് 1 സ്പൂൺ മതി. ഞാൻ എടുത്ത അളവിൻ്റെ കണക്കാണ് പറയുന്നത് കേട്ടോ. പുളിഞ്ചിക്ക കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ചേർക്കണം, കുറവ് എടുക്കുകയാണെങ്കിലും അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് കുറച്ചെടുത്താൽ മതി. അതേപോലെ നമ്മൾ ഈ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ ഉപ്പിട്ടില്ലേ, അതേപോലെ 1 സ്പൂണ് പഞ്ചസാര. ഇത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. ഇതിടുമ്പം കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കൂടും, അതിന് വേണ്ടിയിട്ടാണ് ഇടുന്നത്. അപ്പം ഈ പഞ്ചസാര ഒഴിവാക്കണം എന്നുള്ളവർക്ക് അത് ഒഴിവാക്കാം, ഒരു കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി വരട്ടെ. പെട്ടെന്ന് വറ്റിക്കോളൂ കേട്ടോ. നമ്മൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചാൽ മതി. പക്ഷേ നോക്കണം, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ കൂട്ടുകാർ കണ്ടോ, നമ്മുടെ പുളിഞ്ചിക്ക കണ്ടോ, ഏകദേശം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരുന്നുണ്ട്. ഇനി ഒരു കുറച്ച് സമയം കൂടി ആകുമ്പോഴേക്കും നമ്മുടെ പാക കൺസിസ്റ്റൻസി ആവും. കണ്ടല്ലോ, എത്ര വെള്ളം ഉണ്ടായിരുന്നല്ലേ, പെട്ടെന്ന് അത് വറ്റി. കാരണം ശർക്കര ആയതുകൊണ്ട് തന്നെ വെള്ളമെല്ലാം പെട്ടെന്ന് വറ്റിപ്പോവും കേട്ടോ. ഇത്തിരി നേരം നമ്മളൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഒന്ന് കുറച്ചും കൂടെ വറ്റട്ടെ, എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഈ പുളിഞ്ചിക്ക കൊണ്ടുള്ള വിഭവത കണ്ടല്ലോ കൂട്ടുകാർ, ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചൂടൊക്കെ പോയി കഴിഞ്ഞപ്പോൾ. അപ്പോൾ അതാണ് ഈ ഒരു പരുവത്തിൽ എടുക്കാൻ പറഞ്ഞത്. കാരണം തണുക്കുമ്പോഴേക്ക് ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടും. ഇത് പാകമാണ് കേട്ടോ. നമുക്കിതിനി ഒരു നല്ലൊരു കുപ്പിയിലാക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസങ്ങളോളം നമുക്കിത് ഉപയോഗിക്കാം. നമ്മൾ പുളിഞ്ചിക്കയാണെന്ന് നമ്മൾ ആരും പറയില്ല കേട്ടോ. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ ഇനി ആരും പുളിഞ്ചിക്ക വെറുതെ കളയേണ്ട. എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ നമുക്കിതിൽ നിന്നൊരു അല്പം എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ, എന്തൊക്കെയാണ് ഇതിൻ്റെ സംഭവം എന്നുള്ളത്.
കണ്ടോ? സൂപ്പറായിട്ടുണ്ട് കേട്ടോ. പുളിഞ്ചിക്കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെന്ന് ആരും പറയില്ല, അത്രയും ടേസ്റ്റിയാണേ. അപ്പോൾ കൂട്ടുകാർ ഇങ്ങനെയൊന്നും ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു വിശേഷവുമായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.